ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ അയച്ചു തന്നൊരു സ്റ്റോറി ആയിട്ടാണേ. സബ്സ്ക്രൈബർക്ക് നമ്മുടെ ചാനലിൽ കൂടെ ആ സ്റ്റോറി കേൾക്കണം എന്നൊരാഗ്രഹം. അപ്പം നമുക്ക് തുടങ്ങാം. ഒരൊഴിവ് ദിവസം ഞാൻ കൂട്ടുകാരോടൊത്തുള്ള സല്ലാപങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. ആ ഉപ്പുപ്പ ഇന്ന് വരുമെന്ന് പറഞ്ഞല്ലോ, വന്നിട്ടുണ്ടാകും. കുറച്ച് നാൾ കഴിഞ്ഞാൽ പെരുന്നാളല്ലേ, എനിക്കും ഉമ്മക്കും ഡ്രസ്സെല്ലാം കൊണ്ടുവന്ന് തരും ഉപ്പുപ്പ. എൻ്റെ ഉപ്പുപ്പ മുസ്തഫ ഹാജി. ഞാൻ മുസ്തഫ ഹാജിയുടെ മകൻ ജബ്ബാറിൻ്റെ മകൻ നൗഫൽ. എൻ്റെ ഉമ്മ മൈമുന. എൻ്റെ ഉപ്പ ഗൾഫിലാണ്. എൻ്റെ ഉമ്മ ഒരു വീട്ടമ്മയാണ്. അങ്ങനെ സന്തോഷത്തിൽ ഞാൻ വീട്ടിലേക്ക് കയറി. ആരെയും കാണുന്നില്ലല്ലോ. ഉമ്മ എവിടെ പോയോ ആവോ. ഞാൻ കൈകാലുകൾ കഴുകി. ഫ്രണ്ടിലെ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. ഇതെവിടെ പോയോ ആവോ. ഉമ്മ അടുക്കള ഭാഗത്തുണ്ടാകും. ഞാൻ അടുക്കള ഭാഗത്തേക്ക് നടന്നു. ഇവിടെ ആരെയും കാണാനില്ലല്ലോ. ഭാഗ്യം, അടുക്കള വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. പിന്നെ ഉമ്മ എവിടെ പോയോ ആവോ. ഉപ്പുപ്പ വന്നിട്ടില്ലേ? സമയം കുറേ ആയല്ലോ. മുകളിൽ ഉപ്പുപ്പായുടെ മുറിയിൽ ലൈറ്റുണ്ടല്ലോ. ഉപ്പുപ്പായും ഉമ്മായും അവിടെ ഉണ്ടാകും ചിലപ്പോൾ. ഞാൻ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് ചെന്നു. ഉപ്പുപ്പായുടെ റൂമിൽ ചെന്നപ്പോൾ ഉപ്പുപ്പ കണ്ണു അടച്ച് ഒരു കസേരയിലിരിക്കുക. കാല് മേശയുടെ അടിയിലാണ്. മോളെ മോളെ എന്ന് പറഞ്ഞിട്ട് ഉപ്പുപ്പ ഞെരങ്ങുന്നു, മൂളുന്നു. മേശയ്ക്കടിയിൽ മറ്റാരോ ഉണ്ട്. കൊള്ളായിരുന്നു മോളെ. ഉപ്പ നല്ലപോലെ രസിച്ചു. ഉപ്പുപ്പ ആരോടാണാവോ ഈ പറയുന്നത്? പിന്നെ ഞാൻ അടിയിലേക്ക് നോക്കി. അപ്പം ഞാൻ കണ്ട കാഴ്ച, അവിടെ വേറെ ആരുമല്ല, എൻ്റെ ഉമ്മ. ഞാൻ എന്തായി കാണുന്നേ? ഇന്ന് നല്ലപോലെ സഹകരിച്ചല്ലോ മോള്. അത് കേട്ട് ഉമ്മ നാണിച്ച് ചിരിച്ചു. എൻ്റെ ഹൃദയം നുറുങ്ങുന്ന പോലെ. റബ്ബേ, എന്തൊക്കെ ഞാനീ കാണുന്നത്. മരുമകളെ കൊണ്ട് വേണ്ടാധീനം ചെയ്യിക്കുന്ന അമ്മായിയച്ഛനൊരു നാണവും ഇല്ലാതെ അങ്ങേരുടെ കൽപ്പന അനുസരിച്ച് എന്തിനും വഴങ്ങുന്ന മരുമകൾ. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് മാറി. ശരീരം തളരുന്ന പോലെ. ഞാൻ പിന്നെ താഴേക്കിറങ്ങി. കുറച്ചു നേരം സോഫയിൽ വന്നിരുന്നു. ജീവിതത്തിൽ കാണാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കണ്ടത്. ഞാൻ ഫ്ലാസ്കിൽ നിന്നും കുറച്ച് വെള്ളം മോന്തി കുടിച്ചു. രണ്ടുപേരും ഞാൻ വന്നതൊന്നും അറിഞ്ഞിട്ടില്ല. ഒന്നുകൂടെ ചെന്നിട്ട് രണ്ടുപേരെയും കൈയോടെ പിടികൂടിയാലോ? അത് വേണോ? നാട്ടുകാരറിയുവോ? അറിഞ്ഞാൽ ഈ കുടുംബത്തിന് നാണക്കേടല്ലേ? ഓരോന്നാലോചിച്ച് അങ്ങനെ ഇരുന്നു ഞാൻ. പിന്നെ യാന്ത്രികമായി എൻ്റെ കാലുകൾ സ്റ്റെപ്പിലേക്ക് പോയി. ഉള്ളിലേക്ക് പിന്നെയും നോക്കിയപ്പോൾ ഞാൻ കണ്ടത് കുറച്ചുകൂടെ ഫോമിലുള്ള ഉപ്പുപ്പാനെയാണ്. എന്നലറിക്കൊണ്ട് കസേരയിലേക്ക് ചാഞ്ഞിരിക്കുന്നു ഉപ്പൂപ്പ മൂളിക്കൊണ്ട് കിടക്കുന്നു. മുത്തുവാ. ഉപ്പുപ്പ വിളിച്ചപ്പോൾ ഉമ്മ മേശയ്ക്കടിയിൽ നിന്നും കൊഞ്ചിക്കൊണ്ട് പുറത്ത് ചാടി ഉപ്പുപ്പായുടെ അടുത്ത് ചെന്നു. മുത്തിങ്ങോട്ട് കയറിയിരിക്ക്. ഉപ്പുപ്പായുടെ സ്വരം കേട്ടു. ടേബിൾ ഞെരങ്ങിയ ശബ്ദം കേട്ടപ്പോൾ ഉമ്മ ടേബിളിൽ കയറിയിരുന്നുവെന്ന് മനസ്സിലായി. മോളിവിടെ കിടക്ക്, ഉപ്പയൊന്ന് കാണട്ടെ ശരിക്ക്. വേണ്ടുപ്പ, ഇപ്പം വേണ്ട. ചെക്കനെങ്ങാനും വന്നാലോ? ഇല്ല മുത്തേ, ആരും വരില്ല. ഫ്രണ്ടിലെ ഡോറ് നമ്മൾ അടച്ചിട്ടില്ലേ, അവൻ വന്നാലും വിളിക്കും. മോള് വാ. വേണ്ടുപ്പ, ഉമ്മ കുണുങ്ങിക്കൊണ്ട് പറഞ്ഞു. മോളെ മൈമു, മോൾ ഇവിടെ കിടന്നേ. മോളുടെ അതൊക്കെ ഈ ഉപ്പ ഒന്ന് കാണട്ടെ. ഉപ്പ വേണ്ടുപ്പ, ചെക്കനെങ്ങാനും. ഇല്ല മുത്തേ, രാത്രി ഇഷ്ടം പോലെ തരാ ഉപ്പ. ഇപ്പോൾ ഞാൻ നല്ലോണം ഉപ്പക്ക് വേണ്ടത് തന്നില്ലേ. രാത്രി ഞാൻ ഇങ്ങോട്ട് വരാം. ഉപ്പ എന്ത് വേണേലും ചെയ്തോ. എന്നാലും എത്ര നാളായി മോളെ ഒന്ന്. നിനക്കും ആഗ്രഹമില്ലേ മോളെ? ഉപ്പുപ്പ കെഞ്ചുന്നു. ഉണ്ടുപ്പ, അതല്ലേ രാത്രി തരാമെന്ന് പറഞ്ഞത്. രാത്രി എന്തു വേണേലും എന്നെ ചെയ്തോ. ഉപ്പൂപ്പ വിടാൻ ഭാവമില്ലായിരുന്നു. ചില്ലറ പണിയൊക്കെ എടുപ്പിച്ചിട്ട് അവർ രണ്ടുപേരും എഴുന്നേറ്റു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് മാറി പുറത്തേക്ക് പോയി. പിന്നെ ഞാൻ അടുക്കളയുടെ ഭാഗത്തേക്ക് വന്നു. അപ്പോൾ ഉമ്മ അവിടെ നിൽക്കുന്നത് കണ്ടു. എന്നെ കണ്ടതും ഉമ്മ, നീ വന്നോ? ഞാനൊന്ന് മൂളി. എന്താ ഉമ്മ ചുണ്ടത്ത്? ഞാൻ ചോദിച്ചു. ചുണ്ടത്തോ? അത് പറഞ്ഞിട്ട് ഉമ്മ ചുണ്ടത്ത് തപ്പി നോക്കി. അത് പാലാടാ. പാലോ? ആടാ,
ഉപ്പുപ്പാടെ വീട്ടിൽ ഇന്ന് കുറച്ച് ആട്ടുംപാൽ വാങ്ങിച്ചിരുന്നത് ബാക്കിയായപ്പോൾ എനിക്ക് കൊണ്ട് തന്നതാ. ഞാൻ ഒന്ന് മൂളി. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ ഉറങ്ങിയതിന് ശേഷം 2 പേർക്കും കളിക്കാനാണ് പരിപാടി. പിന്നെ രാത്രി ഉമ്മ വാഷിംഗ് മെഷീനിൽ തുണി അലക്കുകയായിരുന്നു. ഉമ്മ കുനിഞ്ഞ് തുണികൾ എടുക്കുന്നു. നൈറ്റി ശരീരത്തോട് ചേർന്നാണ് കിടക്കുന്നത്. അപ്പോൾ ബാക്കിൽ നിന്ന് ഉപ്പൂപ്പ വരുന്നു. കുറച്ചുകൂടി ഉമ്മയുടെ അടുത്തേക്ക് വന്ന് നിന്നു. അപ്പോൾ ഉമ്മ എന്താ ഉപ്പ എന്ന് ചോദിച്ചു. അപ്പോൾ ഉപ്പുപ്പ ഒരു വഷളത്തരം കാട്ടി. ഉമ്മ ഒന്ന് ഞെട്ടി. ഞാൻ അതിലേറെ ഞെട്ടി. എന്താ ഉപ്പായി കാണിക്കുന്നേ? ചെക്കൻ അപ്പുറത്തുണ്ടിട്ടാ, ദേ വേണ്ടാട്ടോ, ഉമ്മ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. ഉപ്പ, ഉമ്മ കുറച്ച് ഗൗരവം ഭാവിച്ചു പറഞ്ഞു. പോയേ, ചെക്കൻ ഹാളിലുണ്ടിട്ടാ. ഇല്ല മോളെ, അവൻ കാണില്ല, TV കാണുകയാകും. ഉപ്പുപ്പ അതും പറഞ്ഞ് പരിപാടി തുടങ്ങി. ഉമ്മയെ കെട്ടിപ്പിടിച്ചപ്പോൾ ഉമ്മ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ചെക്കൻ അപ്പുറത്തുണ്ടിട്ടാ, ഇന്ന് രാത്രി തരാൻ ഞാൻ, പോരെ? അത് മതി മോളെ, ഉപ്പുപ്പ പറഞ്ഞു. എന്നാൽ ഞാൻ വേഗം മേൽക്കഴുകി വരാം ഉപ്പ. വേണ്ട മോളെ, അഴുക്കും വിയർപ്പും ഒക്കെ വേണം, എന്നാലേ അങ്ങോട്ട് ഉഷാറാവൂ. നിൻ്റെ വിയർപ്പിൻ്റെ മണം എനിക്കൊരു ലഹരിയാണ്. എല്ലാ മണവും എനിക്ക് വേണം, അതാ രസം. അതും പറഞ്ഞ് ഉപ്പ ഉമ്മയുടെ കയ്യിൽ പിടിച്ചു. വിടുപ്പ. മോളെ, എന്താ ഉപ്പ? വൈകിട്ട് ചെറുതായല്ലേ നടന്നുള്ളൂ. അത് പിന്നെ ഉപ്പ, ചെക്കൻ വരാറായോണ്ടല്ലേ, അല്ലായിരുന്നെങ്കിൽ ഞാൻ ഉപ്പാക്ക് എന്തിനും നിന്ന് തന്നേനെ, അറിയാലോ. അത് ശരിയാ മോളെ, ഉപ്പുപ്പ പറഞ്ഞ്. ഉപ്പാനെ ഞാനിന്ന് സുഖിപ്പിച്ച് കൊല്ലാം, എന്താ പോരെ? ഉമ്മ ഒരു വഷളൻ ചിരി മുഖത്ത് വരുത്തിയാണ് അത് പറയുന്നത്. മതി മോളെ, അത് മതി. ഉപ്പുപ്പാടെ മുഖത്ത് എന്താ ഒരു സന്തോഷം. പിന്നെ എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് ഉമ്മ ലൈറ്റെല്ലാം ഓഫാക്കി. എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് ഉറങ്ങാൻ പോയി. ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നു. ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞ് കാണും. ഉപ്പുപ്പ പയ്യെ ഇരുട്ടത്ത് പമ്മി പമ്മി വരുന്നു. ഉപ്പുപ്പ ഉമ്മയുടെ മുറിയുടെ ഡോറ് പയ്യെ തള്ളി. ഉമ്മ ഡോറ് കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നില്ല. ഉപ്പുപ്പ ഉമ്മയുടെ ബെഡിൽ ഉമ്മയുടെ അരികിലായിരുന്നു. മൈമു, മൈമു, ഉപ്പുപ്പ വിളിച്ചു. മീശമാധവൻ സിനിമയിൽ ഭഗീരഥൻ പിള്ള സരസുവിൻ്റെ വീട്ടിലേക്ക് സരസു എന്ന് വിളിച്ച് പമ്മി വരുന്ന പോലെയുണ്ട്. കള്ളി ഉമ്മ ഉറക്കം നടിച്ച് കിടന്നു. ഉമ്മ ഉറങ്ങിയിട്ടില്ല, ഉറക്കം നടിക്കുകയാണെന്ന് ഉപ്പുപ്പാക്കും മനസ്സിലായിട്ടുണ്ടാവും. അല്പം കഴിഞ്ഞും ഉമ്മ അതേ കിടപ്പാണെന്ന് കണ്ട ഉപ്പുപ്പ ഉമ്മയെ ഒന്ന് തിരിച്ചു കിടത്തി. ഞാൻ ഞെട്ടി. എൻ്റെ ബദരീങ്ങളെ, ഉമ്മ കഴുത്തിറക്കമുള്ള നൈറ്റിയാണ് ഇട്ടേക്കുന്നത്. ഉമ്മ ഇനി ശരിക്കും ഉറങ്ങിയോ? ഉപ്പുപ്പ ഉമ്മയുടെ അടുത്ത് ഉമ്മയെ മൊത്തത്തിലൊന്ന് നോക്കി. എന്നിട്ട് മെല്ലെ ഉമ്മയെ മെല്ലെ തൊട്ട് നോക്കി. ഉമ്മ അറിയാത്തതാണോ അറിയാത്ത പോലെ കിടക്കുവാണോ? എനിക്കൊന്നും മനസ്സിലായില്ല. ഉമ്മ ഉറക്കം ഭാവിച്ചു തന്നെയാണ്. പിന്നെ ഉപ്പുപ്പ ഉമ്മയുടെ വയറിലൊന്ന് തലോടി. എന്താണാവോ ഉമ്മയുടെ പ്ലാൻ? ഉപ്പുപ്പ ഉമ്മയുടെ തുടയിലൊന്ന് നുള്ളി. അപ്പോൾ ഉമ്മ ഒന്ന് പൊന്തി. ഉമ്മ കണ്ണ് തുറന്നു. അപ്പോൾ ഉപ്പുപ്പ ഒന്നുകൂടെ നുള്ളു കൊടുത്ത്. അപ്പോൾ ഉമ്മ എന്താ ഉപ്പ എന്ന് ചോദിച്ചു. മോളെ ഒന്ന് കാണാൻ നമുക്കൊന്ന് കൂടണ്ടേ? ഒന്ന് പോവുപ്പ, ഉമ്മ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. മോളെ, ഉപ്പ എങ്ങനെ കൊതിപ്പിക്കല്ലേ. അയ്യടാ ഒരു കൊതിയൻ, എനിക്കൊട്ടും വയ്യ. വൈകിട്ട് ഞാൻ ചെറുതായി ഒന്ന് സഹകരിച്ചതല്ലേ, എന്നാലും ഇനിയും വേണം മോളെ. എനിക്കൊട്ടും വയ്യ, പോ ഇവിടുന്ന്, എനിക്ക് ഉറക്കം വരണുപ്പാ. പോ ഇവിടുന്ന്, അങ്ങനെ പറയല്ലേ മോളെ. ഞാൻ പോണോ മോളെ? ഉപ്പുപ്പ ഒരു കാതൽ മല്ലയ്യ തന്നെ, ഞാൻ ചിന്തിച്ചു. എനിക്കൊട്ടും വയ്യുപ്പ. മോളെ, എന്നെ ഇങ്ങനെ നിരാശനാക്കി വിടല്ലേ. കൊതി കൊണ്ടല്ലേ ഉപ്പ ഇങ്ങനെ ഈ രാത്രി മോളുടെ അരികിൽ വന്നത്. അങ്ങനെ ഇപ്പോൾ കൊതിക്കണ്ട. എന്നാൽ ഞാൻ പോട്ടെ മോളെ. പോണോ? എന്നാ പൊയ്ക്കോ. ഉമ്മാടെ മുഖത്ത് ഒരു വിഷമം പോലെ. ശരി എന്നാ. അയ്യോ, ഉപ്പ പോകുന്നു. ഉമ്മ സമ്മതിക്കുന്നില്ല. ഉപ്പ ഉമ്മയെ നോക്കി വാതിൽക്കൽ നടന്നു. അപ്പോൾ ഉമ്മ കണ്ണു തുറന്നു. ഉപ്പ, എന്താ മോളെ? ഉപ്പുപ്പ പ്രതീക്ഷയോട് ചോദിച്ചു. ഇങ്ങോട്ട് വാന്നേ, ഉമ്മ കുണുങ്ങിക്കൊണ്ട് പറഞ്ഞു. പിണങ്ങി പോവല്ലേ. മോള് പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ അത് ഞാൻ ഒരു തമാശയ്ക്ക് പറഞ്ഞതല്ലേ.
അമ്പടി കല്ലി, ഇങ്ങളെ കൊതി അറിയാനാ ഞാൻ. ഉമ്മ വകയൊരു കൊഞ്ചൽ, അമ്പടി മുത്തേ എന്ന് പറഞ്ഞിട്ട് ഉപ്പുപ്പ ഉമ്മയുടെ കവളിൽ ഒരു മുത്തം കൊടുത്തു. കള്ളൻ, ചെക്കനെങ്ങാനും എണീറ്റാലുണ്ടല്ലോ പിന്നെ പറയണോ ഉപ്പാ പുകില്? ഇല്ലടി ഹിമാറേ, അവനൊന്നും ഇങ്ങോട്ട് വരില്ല. എനിക്കത് കേട്ടാൽ മതി ഉപ്പ. എന്നിട്ട് ഉപ്പുപ്പ ബെഡിൽ ഉമ്മാടെ അടുത്തിരുന്നു ഉമ്മാനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഉമ്മാടെ ചെഞ്ചുണ്ടിൽ ഉമ്മ വെച്ചുകൊണ്ട് കട്ടിലേക്ക് ഉമ്മാനെയും കൊണ്ട് മറിഞ്ഞു. അവിടെ നടക്കുന്ന ലൈവ് മല്ലയുദ്ധം കണ്ട് എൻ്റെ കൺട്രോൾ പോയി തുടങ്ങിയിരുന്നു. അവിടെ കിടന്ന് പൂണ്ടു വിളയാടുകയാണ് രണ്ടുപേരും. ഉപ്പുപ്പ പറഞ്ഞു, ആ ഹിമാറിനൊന്നും അറിയില്ല മോളെ, ഓനൊരു കിഴങ്ങനാണ്. മോളെപ്പോലത്തെ ഒരു നെയ്ച്ചരക്കിനെ ഇവിടെ ഇട്ടിട്ട് അവനങ്ങ് ഗൾഫിൽ പോയി കിടക്കുന്നു. ഉമ്മ അത് കേട്ട് ചിരിക്കുന്നുണ്ട്. എൻ്റെ ഉപ്പാനെ പറ്റിയാണ് ഈ പറയുന്നത്. ഉപ്പുപ്പ ഉമ്മായെ അങ്ങ് സ്വർഗത്തിൽ എത്തിക്കുന്നുണ്ട്. ഈ പ്രായത്തിലും ഉപ്പുപ്പ എന്താ പെർഫോമൻസ്. ഇടയ്ക്ക് ഉമ്മയുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു പോകുന്നു. ഉമ്മ വേറെ ഏതോ ലോകത്തിലാണെന്ന് മനസ്സിലായി. ഉമ്മയുടെ മൊഞ്ചൊക്കെ അന്നാണ് ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്നത്. ആ മുറി മുഴുവൻ മുക്കലും മൂളൽ ശബ്ദവും മാത്രം. ഗംഭീരം പ്രകടനം കഴിഞ്ഞ് രണ്ടുപേരും കുറച്ചു നേരം കെട്ടിപ്പിടിച്ച് കിടന്നു. പിന്നെ ഞാൻ പയ്യെ അവിടെ നിന്നും വന്ന് എൻ്റെ റൂമിൽ ചെന്ന് കിടന്നു. കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. എന്തൊക്കെ ഇവർ രണ്ടുപേരും കാണിക്കുന്നത്. ഉമ്മ ഒരു നാണോ ഇല്ലാതെ എത്ര രസത്തിലാണ് ഉപ്പുപ്പാക്ക് കിടന്നു കൊടുക്കുന്നത്. ഹോ, ഓർക്കുമ്പോൾ തന്നെ കൺട്രോൾ പോകുന്നല്ലോ റബ്ബേ. എത്ര നാളായി കാണും ഇവരിത് തുടങ്ങിയിട്ട്. എനിക്കും ആരേലും ഇങ്ങനെയൊക്കെ കിടന്ന് തന്നിരുന്നേൽ എന്ത് രസമായിരിക്കും. എന്തിനു വേറെ ആൾ? ഉമ്മ തന്നെ ആയാൽ ഇപ്പം എന്താ പ്രശ്നം? പരിപാടി നടക്കുമ്പോൾ ഉമ്മയുടെ കണ്ണിലെ കത്തുന്ന ആ ഭാവം കാണണം. ഉപ്പുപ്പായുടെ കൂടെ ആവാമെങ്കിൽ തൻ്റെയും കൂടെ ആയിക്കൂടെ? ഉമ്മയെ ഇപ്പോൾ മറ്റൊരു കണ്ണുകൊണ്ട് കാണാൻ തുടങ്ങിയിരിക്കുന്നു താൻ. അതെ, ഉമ്മയും ഉപ്പയും ഇങ്ങനെയുള്ളത് കണ്ടുപിടിക്കണം. അത് ഉമ്മ അറിയണം. അല്ലാതെ നിർബന്ധപൂർവ്വം ഉമ്മയെ കൊണ്ട് ചെയ്യിച്ചാൽ അതിലൊരു രസവും ഇല്ല. ഉപ്പുപ്പാനെ ഈ കണ്ണുകൊണ്ട് കാണുന്ന ഉമ്മാക്ക് തന്നെ അതുപോലെ കാണാമല്ലോ. ഉപ്പുപ്പ ഇതിനു വേണ്ടിയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇനിയും 2 ദിവസം ഉണ്ടാകും. അപ്പോഴേക്കും കാര്യങ്ങൾ ഒപ്പിച്ചെടുക്കണം. നാളെയും അവരുടെ കളി ഉണ്ടാകും. പിറ്റേന്ന് രാവിലെ ഉമ്മ ഉമ്മ ഞാൻ നീട്ടി വിളിച്ചു. എന്താടാ നൗഫു? ഞാനിന്ന് എൻ്റെ കൂട്ടുകാരൻ രമേശില്ലേ, അവൻ്റെ വീട്ടിൽ പോവുക. എന്താടാ? അവൻ്റെ വല്യമ്മയുടെ മകളുടെ കല്യാണത്തിന്. വൈകിട്ടേ വരികയുള്ളൂ ഉമ്മ. എപ്പോൾ എത്തുവടാ നീ? വൈകും, ചിലപ്പോൾ രാത്രിയാകും. ഉപ്പുപ്പ ഉമ്മ ഞാൻ പോയിട്ട് വരാം കേട്ടോ. 2 പേരോടും യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങി. അതും പറഞ്ഞ് ഡ്രസ്സിട്ട് ഞാൻ ഇറങ്ങി. ഞാൻ റോഡിൽ കാത്തു നിന്നു. അതെ, ദാ വരുന്നു ഉപ്പുപ്പ ഗേറ്റ് പൂട്ടാൻ. ഉപ്പുപ്പ ചുറ്റും നോക്കി ഗേറ്റ് പൂട്ടി. ഉമ്മ അപ്പോൾ പടിവാതിലിൽ നിൽക്കുന്നുണ്ടായിരുന്നു. 2 പേരുടെയും മുഖത്തൊരു പുഞ്ചിരി അകലെ നിന്നും ഞാൻ കണ്ടു. പിന്നെ ഞാൻ അമാന്തിച്ചില്ല. പിന്നാമ്പുറത്ത് ചെന്ന് മതിൽ ചാടിക്കടന്നു. എന്തായാലും അടുക്കള വാതിൽ അവരടച്ചിട്ടുണ്ടാവില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു. അടച്ചാലും അത് ഗ്രില്ലിലൂടെ കൈയെത്തിച്ച് തുറക്കാം. ഞാൻ പയ്യെ ഉള്ളിൽ കടന്നു. അതെ, വിചാരിച്ച പോലെ 2 പേരും ചേർന്ന് നിൽക്കുന്നു. കണ്ടോ മോളെ? എന്താ ഉപ്പ? പടച്ചോ നമ്മുടെ വിളി കേട്ട് അവൻ പോയത് കണ്ടോ? ഇനി വൈകിട്ടല്ലേ വരികയുള്ളൂ. അതുവരെ നമ്മൾ 2 പേരും ഇവിടെ തനിച്ച്. ഉപ്പുപ്പാടെ മുഖത്ത് എന്താ ഒരു സന്തോഷം. ഉപ്പുപ്പ അത് പറഞ്ഞപ്പോൾ ഉമ്മയുടെ മുഖത്തെ നാണം കാണണം. അവർ 2 പേരും ചേർന്ന് നിന്നു. ഹോ, ഉമ്മ എന്ന മാദക സുന്ദരിയുടെ ഉയർന്നു കൊഴുത്ത മേനി തൻ്റെ വളരെ അടുത്ത് നിൽക്കുന്ന കാഴ്ച. പരിസരബോധം മറന്ന് ഉപ്പുപ്പ മെല്ലെ ഉമ്മയെ കെട്ടിപ്പിടിച്ചു. ഉമ്മ തരിച്ചു നിന്നതല്ലാതെ എതിർത്തില്ലെന്ന് മാത്രമല്ല, അറിയാത്ത മട്ടിൽ നിന്ന് കൊടുക്കുകയാണ് ചെയ്തത്. എതിർപ്പില്ലെന്ന് മനസ്സിലാക്കി ഉപ്പുപ്പ മെല്ലെ മെല്ലെ ഉമ്മയെ മുതലാക്കാൻ തുടങ്ങി. കാമം തലയ്ക്ക് പിടിച്ച ഉമ്മ സകലതും മറന്ന് നിന്നുകൊടുത്ത് സഹകരിച്ചു. ഹോ എൻ്റെ മൈമൂ, ഉപ്പുപ്പ അറിയാതെ വിളിച്ചുപോയി. വെണ്ണ കടഞ്ഞെടുത്തതുപോലെ മാർദ്ദവമേറിയ ഇറ്റാലിയൻ മാർബിളിനെ പോലും വെല്ലുന്ന വെണ്ണ പോലത്തെ ഉമ്മാടെ മേനി കണ്ടപ്പോൾ ഉണ്ടായ ആനന്ദം കൊണ്ട് ഉപ്പുപ്പ തുള്ളിച്ചാടുകയാണ്. ഉമ്മയുടെ ആർത്തി കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. പുറത്തെല്ലാവരും ബഹുമാനിക്കുന്ന എൻ്റെ ഉമ്മ, എല്ലാവർക്കും ഇഷ്ടമുള്ള എൻ്റെ ഉമ്മ, ഒരു ചീത്തപ്പേര് ഇതുവരെ കേൾപ്പിക്കാത്ത എൻ്റെ ഉമ്മ, ആ പെണ്ണാണോ ഉപ്പുപ്പായുടെ മുന്നിൽ ഇതേമാതിരി പേക്കൂത്ത് കാണിക്കുന്നത്?
ഏറെ നേരത്തെ പ്രകടനം കഴിഞ്ഞ് 2 പേരും കിതച്ചുകൊണ്ട് ബെഡിലേക്ക് വീണു. അപ്പോൾ എനിക്കൊരു ഉപായം തോന്നി. അവരെ 2 പേരെ അറിയിക്കുക ഞാൻ കണ്ടതെല്ലാം. ഞാൻ പിന്നെ ഉമ്മ ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് ആ മുറിയിലേക്ക് ചെന്നു. പെട്ടെന്നുള്ള എൻ്റെ വരവിൽ അവർ 2 ആളും എന്നെ ശരിക്കും കണ്ടു. പെട്ടെന്നുള്ള ബന്ധപ്പാടിൽ 2 ആളും എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ചു നേരം അന്തം വിട്ട് നിൽക്കേണ്ടി വന്നു. ഞാനും അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഉമ്മ എണീറ്റ് ബെഡിലിട്ടിരുന്ന മാക്സി എടുക്കാനായി ഓടി. ഉപ്പുപ്പാടെ പൊടി പോലും ഇല്ല കാണാൻ. ഇങ്ങേരെന്ത് വാനിഷായി പോയോ? ഞാൻ വേഗം കോണി ഇറങ്ങി എൻ്റെ റൂമിലേക്ക് പോയി. ഇനി എന്താകുവോ ആവോ. വരുന്നത് വരട്ടെ. തിരികെ എൻ്റെ മുറിയിലേക്ക് വന്നു. ഞാൻ എൻ്റെ റൂമിൽ കിടന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഉമ്മ എൻ്റെ റൂമിൽ വളരെ സങ്കോചത്തോടെ വന്നു. ചോറെടുത്ത് വെച്ചു മോനെ എന്ന് പറഞ്ഞ് ഒന്നും മിണ്ടാതെ വേഗം പോയി. ഭക്ഷണം കഴിക്കുമ്പോൾ ഉമ്മ അടുത്തേക്കൊന്നും വന്നതേയില്ല. എങ്ങനെ തുടങ്ങണമെന്ന് ആലോചിച്ച് ഞാൻ ഓരോന്ന് പ്ലാൻ ചെയ്ത് നോക്കി. രാത്രി ഉമ്മായോട് സംസാരിച്ചാലോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയാലോ ഉപ്പയോട് പറയുമെന്നൊക്കെ. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാത്രി 12 മണി കഴിഞ്ഞു കാണും. ഉമ്മ മെല്ലെ വാതിൽ തുറന്ന് എൻ്റെ റൂമിൽ വന്നു. മോനെ നൗഫൽ, നീ ഉറങ്ങിയോ? ഇല്ല. നീ എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഇത് സംഭവിക്കില്ല. ഉമ്മ ജാള്യത മറിച്ച് എങ്ങനെയോ അത് പറഞ്ഞൊപ്പിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ പിടിച്ച് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല. ഉമ്മ ചെയ്തത് തെറ്റാണെന്നും ഞാൻ പറയില്ല. ഞാനത് പറഞ്ഞപ്പോൾ ഉമ്മ വല്ലാതായി കരച്ചിലും തുടങ്ങി. കിട്ടിയ ചാൻസിൽ ഞാൻ ഉമ്മാനെ മെല്ലെ 2 ചുമലും പിടിച്ച് ആശ്വസിപ്പിച്ചു. സാരല്ലുമ്മ എന്ന് പറഞ്ഞ് ഞാൻ മെല്ലെ ഉമ്മയെ എൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. ഉമ്മാൻ്റെ ചുമലിൽ നിന്നും കൈയെടുത്ത് ഞാൻ പുറം തലോടിക്കൊണ്ടിരുന്നു. ഉപ്പുപ്പ എവിടെ പോയി? വീട്ടിൽ പോയി. എന്തിനാ? അത് പിന്നെ അങ്ങനെ കണ്ടപ്പോൾ. അത് സാരമില്ല. ഉമ്മ ഉപ്പുപ്പാനെ വിളിക്ക്, അല്ലെങ്കിൽ ആൾ ടെൻഷൻ അടിക്കും. വിളിക്കുമ്മ. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഉമ്മ ഉപ്പുപ്പായെ വിളിച്ചു. കുറേ സംസാരിച്ചു. എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഉപ്പുപ്പാക്ക് ടെൻഷൻ കുറഞ്ഞെന്ന് പറഞ്ഞു. നാട്ടിലൊക്കെ എന്തെല്ലാം സംഭവിക്കുന്നു ഉമ്മ. ഒളിച്ചോടുന്നു, വെട്ടിക്കൊല്ലുന്നു, അങ്ങനെ എന്തെല്ലാം. ഇത് നിങ്ങൾ 2 പേരും അങ്ങനെ ഒളിച്ചോടുകയൊന്നും ഉണ്ടായില്ലല്ലോ. കുടുംബത്തിന് ചീത്തപ്പേരൊന്നും ഉണ്ടായില്ലല്ലോ. ഉമ്മ വിഷമിക്കണ്ട. ഞാൻ അതൊക്കെ അതുപോലെ വിട്ടു. പിന്നീട് ഞാൻ ഉമ്മയോട് സ്നേഹത്തോടെ പെരുമാറാൻ തീരുമാനിച്ചു. ആ സ്നേഹത്തിലൂടെ ഉമ്മ എൻ്റേതായി മാറണം. ഉമ്മയുടെ ആ വെണ്ണമേനി എനിക്കും വേണം. ഞാൻ ചെയ്യുന്നത് തെറ്റല്ല. ഉപ്പുപ്പാക്ക് കൊടുക്കാമെങ്കിൽ എനിക്കും തന്നൂടെ. ദിവസങ്ങൾ കഴിഞ്ഞു. പിന്നീട് അവസരം കിട്ടുമ്പോഴൊക്കെ മറ്റൊരു രീതിയിൽ ഞാൻ ഉമ്മാനെ തൊടാനും പിടിക്കാനും തുടങ്ങി. ആദ്യമൊക്കെ ഉമ്മ ഒഴിഞ്ഞു മാറിയിരുന്നെങ്കിലും പിന്നെ കുറേശ്ശെ അടുക്കാനും സഹകരിക്കാനും തുടങ്ങി. പക്ഷേ എന്തെങ്കിലും റിസ്ക് എടുത്ത് ചെയ്യാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. ഉമ്മ അടുക്കളയിലാകുമ്പോൾ ഞാൻ പിന്നിലൂടെ ചെന്നിട്ട് ഉമ്മയെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് ഫ്രണ്ട്ലി ആയി സംസാരിക്കും. അങ്ങനെ ഓരോ ദിവസവും ട്യൂണിങ് നടന്നു. ഒരു ദിവസം ഉമ്മായോട് ഞാനത് ചോദിക്കാൻ തീരുമാനിച്ചു. ഉമ്മ, എങ്ങനെയാണ് ഉമ്മ ഉപ്പുപ്പായും തമ്മിൽ അങ്ങനെ സംഭവിച്ചത്? മകൻ അത് ചോദിച്ചത് കേട്ടിട്ട് മൈമുനയ്ക്ക് അത്ഭുതം തോന്നിയില്ല. എന്നായാലും ഒരിക്കൽ ഇതവൻ ചോദിക്കുമെന്നറിയാമായിരുന്നു. ഉപ്പുപ്പ ഉമ്മയെ വളച്ചെടുത്ത കഥ ഉമ്മ പറഞ്ഞു തുടങ്ങി. അപ്പം നൗഫലിനോട് ഉമ്മ പറഞ്ഞ കാര്യങ്ങളും ശേഷം നൗഫൽ കുതന്ത്രം വെച്ച് മൈമുനയെ വളച്ച് കാര്യം കാണുന്നതൊന്നും എല്ലാം ഒന്നും എനിക്ക് യൂട്യൂബിൽ പറയാൻ കഴിയില്ല. അപ്പോൾ അതെല്ലാം നമ്മുടെ ഏപ്രിൽ മെയ് സ്പെഷ്യൽ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ അത് വേണ്ടവർ എനിക്ക് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യേണ്ട ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ ലിങ്ക് ജോയിൻ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.